ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിത് ജയിലിൽ നിന്നിറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് രോഹിത്തിനെ കാണാൻ വേണ്ടി ഗ്രേസ്യാമയും മാമച്ചനും അതേപോലെ രേവതിക്കുട്ടിയും കൂടെ വരുന്നുണ്ട്. അന്നേരം അവിടെ വൈജയൊക്കെ ഉണ്ടായിരുന്നു. കൊളിമ്പലടിക്കുന്ന സൗണ്ട് കേട്ട് അലീന വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അല്ല, ആരിത്? രേവതിക്കുട്ടിയോ? എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതെന്താ ചേച്ചി, എൻ്റെ ചേച്ചിയെ കാണാനായിട്ട് വരുമ്പോൾ എനിക്കെന്താ അപ്പോയിൻമെൻ്റൊക്കെ എടുക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അലീനയാണെങ്കിൽ പുഞ്ചിരിയോടുകൂടി അകത്തേക്ക് ക്ഷണിച്ച് വരുത്തതാണ്. എന്നിട്ട് മാമച്ചൻ ചോദിക്കുന്നുണ്ട്, മോളെ അലീന, ബാലേന്ദ്രനല്ലേ ഇവിടെ? ഉണ്ടെങ്കിലേ അകത്തുണ്ട്, നിങ്ങളിരിക്കെ, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അലീന മുകളിലേക്ക് പോവുകയാണ്. അച്ഛ, എറണാകുളത്ത് മാമച്ചനങ്ങളും അതേപോലെ ഗ്രേസാൻ്റെയും രേവതിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ആഹാ, മോളവരോട് ഇരിക്കാൻ പറഞ്ഞില്ലേ, ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ പെട്ടെന്ന് തന്നെ റെഡിയായി താഴേക്ക് ചെല്ലുന്നുണ്ട്. ആ മാമച്ച, എന്നാണ്ട് വിശേഷം? എന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ ഇങ്ങോട്ട്? ഏയ് ഒന്നുമില്ല ബാലേന്ദ്ര, കുറേ ദിവസം കൊണ്ട് ഇവള് പറയുന്നു ഇവിടം വരെ ഒന്ന് വരണമെന്ന്. രോഹിത് വന്നതിൽ പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ ഇതുവരെ വന്നിട്ടുമില്ലല്ലോ, അതുകൊണ്ട് അവനെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അല്ല, ഭാര്യ ഡിസ്ചാർജായി വന്നു എന്നൊക്കെ പറയുന്ന കേട്ടു. എങ്ങനെയുണ്ട്? നടക്കാനൊക്കെ പറ്റുമോ ഇപ്പോൾ? ഏയ് അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അവൾ വീണ്ടും പഴയ പോലെ അലീനമായിട്ടുള്ള യുദ്ധത്തിനുള്ള പുറപ്പാടില്ല. അയ്യോ അങ്കിളെ, അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചി ഞങ്ങളുടെ കൂടെ വിട്ടോടെ? മേഡം ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. മേഡം അലീന ചേച്ചിയെ ഉപദ്രവിക്കും. പ്ലീസ് അങ്കിളെ, അലീന ചേച്ചിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോണ്ടേ? ഇല്ല മോളെ, അത് പറ്റില്ല. ഇപ്പോൾ അലീനയെ നിങ്ങളുടെ കൂടെ വിട്ടാൽ ഞാൻ വൈജയുടെ മുന്നിൽ തോറ്റുപോകും. ഇവള് വൈജയുടെ മകളാണെന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇവളെ മുൻനിർത്തി വേണം 23 വർഷക്കാലം എന്നെ അവൾ ചതിച്ചതിനുള്ള പകരം വീട്ടാൻ. ഇവളിവിടുന്ന് പോയി കഴിഞ്ഞാൽ വൈജയുടെ മുമ്പിൽ ശരിക്കും ഞാനൊരു വിഡിയായി തീരും എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയും. അപ്പം രേവതിക്കുട്ടി പറയും, എന്നാലും സാറേ, ഇത് അലീന ചേച്ചിയുടെ ജീവന് തന്നെ ഒരു ഭീഷണിയാണ് എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മോള് പേടിക്കേണ്ട. ഈ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അലീന ദേഹത്ത് ഒരു പോറൽ പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ മോക്ക് തരുന്ന വാക്കാണ്. പിന്നെ എല്ലാം കറങ്ങി തിരിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇനി ഇവളുടെ അച്ഛനെ കണ്ടുപിടിക്കണം. ഗംഗേട്ടൻ്റെ കൂടെ ജോലി ചെയ്ത ഏതോ ഒരു പട്ടാളക്കാരനാണ് ഇവളുടെ അച്ഛൻ. സ്റ്റാലിൻ എന്നോ മറ്റോ ആണ് പേരെന്ന് അന്ന് ഗംഗേട്ടൻ പറഞ്ഞത്. ഒരു ക്രിസ്ത്യനാണെന്നാണ് പറഞ്ഞത്. അയാളെ കണ്ടെത്തി വൈജയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ചോദിക്കും അവളോട്, ഇയാൾ നീ തമ്മിൽ എന്താണ് ബന്ധമെന്ന്, ഇയാളിൽ നിനക്കുണ്ടായ മകളല്ലേടി അലീന എന്ന്. ഇതെല്ലാം എനിക്ക് അവളോട് ചോദിക്കണം. എന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ ആഗ്രയിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഇവളുടെ അച്ഛനെ ഞാൻ ഇവളുടെ മുന്നിലെത്തിക്കും. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഇവളുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അത് നിങ്ങളുടെ കുടുംബ പ്രശ്നം കൂട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അലീനയ്ക്ക് അവളുടെ അച്ഛനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ബാലേന്ദ്രൻ അപ്പോൾ ഒരു പുച്ഛഭാവത്തോടുകൂടെ ഒന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം ഗ്രേസമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല രോഹിത് എവിടെ? അവൻ ജയിലിൽ നിന്ന് വന്നു എന്ന് പറയുന്നത് കേട്ടല്ലോ, ഇതുവരെയും കണ്ടില്ല ഇങ്ങോട്ട്. അത് പിന്നെ ആൻറ്റി, ജയിലിൽ നിന്ന് വന്ന അന്നു മുതൽ അവൻ അവിടെ തന്നെയാണ്, ആ റൂമിൽ തന്നെ, പുറത്തിറങ്ങാറേ ഇല്ല. ഒരു ദിവസം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാവരും കൂടെ അവനെ തല്ലിച്ചതച്ചു. അതിനുശേഷം അവൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവനെ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ബാലേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട്, രോഹിത് ഇപ്പോൾ പണ്ടത്തെ രോഹിത്തല്ല, അവനിപ്പോൾ ആകെ മാറിപ്പോയി. എല്ലാവരുടെത്തും അവനൊരു ദേഷ്യം മാത്രമാണ്. അവനെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളതൊന്നും കാര്യമാക്കരുത്. അലീന മോളെ, ഇവരെ രോഹിത്തിൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ശരിയച്ചാ? അങ്ങനെ അലീന അവരെയും കൂട്ടി രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ഇവരെ കണ്ടപ്പോഴേ രോഹിത്തിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. മോനെ, ഇത് മാമച്ചനങ്കിൾ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അങ്കിൾ ഒരുപാട് സഹായിച്ചതാ. ഓഹോ, നിങ്ങളെന്തിനാ എന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചത്? ഇവിടെ നിൽക്കുന്നതിന് ഭേദം ഞാൻ ആ ജയിലിൽ കിടക്കുന്നതായിരുന്നു നല്ലത്. അതെന്നാടാ മോനെ, നീ എന്താ അങ്ങനെ പറഞ്ഞേ എന്നെങ്കിലും ഗ്രേസമ്മ ചോദിക്കും. ഇവിടെ നിൽക്കും തോറും എല്ലാവരും എനിക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നു. എല്ലാവരും ഉപദേശത്തോട് ഉപദേശം. അല്ല, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഒന്ന് സഹായിച്ചെന്ന് കരുതി കണ്ട വല്ലാതികൾക്ക് കയറി ഇറങ്ങാനുള്ളതല്ല ഈ വീട് എന്നിങ്ങനെ രോഹിത് പറയും. ഇത് കേട്ടതും രേവതിക്കുട്ടിക്ക് വല്ലാതെ ദേഷ്യം വരും. അപ്പോൾ അവൾ പറയും, നിന്റെ ഈ പാട്ട വീട്ടിൽ കയറി താമസിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, എൻ്റെ ചേച്ചി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നിന്നെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ച് ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നതും പോരാ. അവൻ്റെ സംസാരം കേട്ടില്ലേ ചേച്ചി? മോളെ, നീ ഒന്നും മിണ്ടാതെ നിൽക്ക്. ഇല്ല ചേച്ചി, ഞാൻ എന്തിനും മിണ്ടാതെ നിൽക്കണം? ഇവൻ പറഞ്ഞ ചേച്ചി കേട്ടില്ലേ? ഇത്രയൊക്കെ സഹായിച്ചിട്ടും ശകലമെങ്കിലും നന്ദിയുണ്ടോ? ഇവരൊക്കെ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവന്മാരാ.
എന്നിങ്ങനെ പറയുമ്പോഴത്തേനും രോഹിത് രേവതിക്കുട്ടിക്ക് നേരെ കൈ പൊക്കും അടിക്കാനായിട്ട്. ഈ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട്. രോഹി, നീ എന്താടാ ചെയ്യുന്നത്? അപ്പം തന്നെ രോഹിത് മുഖം തിരിക്കും. നിനക്ക് ഇവിടെ നേരെ കൈപ്പൊക്കാനുള്ള എന്ത് അന്തസ്സാടാ ഉള്ളത്? വീട്ടിൽ വന്ന ഗസ്റ്റുകളോട് ഇങ്ങനെയാണോടാ പെരുമാറേണ്ടത്? അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഗസ്റ്റുകളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതച്ഛൻ എന്നെ പഠിപ്പിക്കണ്ട. ഗസ്റ്റുകൾക്ക് കൊടുക്കേണ്ട പരിഗണന അതെന്തായാലും ഞാൻ അവർക്ക് കൊടുത്തിരിക്കും. എന്നും പറഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് വലിഞ്ഞു കയറി വന്നവർക്കൊന്നും ആ പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. എടാ, നീ എന്തായി പറഞ്ഞേ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ കർണം നോക്കിയൊന്ന് പൊട്ടിക്കുകയാണ്. ഇവരാരാണെന്ന് നിനക്കറിയാവോടാ? ഇവർ കാരണമാണ് നീ ഇപ്പം ഇവിടെ നിൽക്കുന്നത് പോലും. ഇല്ലെങ്കിൽ ഒരു പീഡന കേസിലെ പ്രതിയായിട്ട് ഇപ്പോഴും നീ ആ ജയിലിനുള്ളിൽ കഴിഞ്ഞേനെ. നന്ദി പറയുന്നതിന് പകരം നീ അവരെ ഇൻസൾട്ട് ചെയ്യുകയാണോടാ ചെയ്യുന്നത് എന്നൊക്കെ ദേഷ്യത്തിൽ ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്. രോഹിത്താണെങ്കിൽ അടികിട്ട കവിളിൽ കൈവച്ചുകൊണ്ട് ദേഷ്യത്തിൽ തിരിഞ്ഞവൻ്റെ റൂമിലേക്ക് കയറി പോവും. ബാലേന്ദ്രൻ മാമച്ചനോടും ഗ്രേസ് ആൻറ്റിയോടും അതേപോലെ രേവതിക്കുട്ടിയോടും മാപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, അവനെ എന്ത് പറഞ്ഞ് ഞാൻ തിരുത്താനാ? മകനായി പോയില്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ മാമച്ചൻ പറയും, ഏയ് അതൊന്നും സാരമില്ല മാമച്ച, അതൊന്നും സാരമില്ല ബാലേന്ദ്ര, ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. അന്നേരം വൈജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെ കണ്ട ഉടനെ വൈജ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ? എന്താടി ഇവർക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? ഓ, ഞാനൊന്നും പറയുന്നില്ല, ഇത് നിങ്ങളുടെ വീടല്ലേ, അപ്പോൾ ഏത് അലവല്ലാദികൾക്കും കയറി നിറങ്ങാമല്ലോ. ഇത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് വല്ലാതെ അങ്ങോട്ട് ദേഷ്യം പിടിക്കും. അപ്പോഴത്തേനും ഗ്രേസിയമ്മ അവളുടെ കൈ പിടിച്ചിട്ട് പറയും, വേണ്ട മോളെ, മോളൊന്നും പറയാൻ പോകണ്ട. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ദേ വൈജെ, നീ നിന്റെ നാവടക്കി വെച്ചു, ഇല്ലെങ്കിൽ എൻ്റെ കൈ നിന്റെ കവിളത്ത് പതിഞ്ഞെന്ന് വരും. ഓഹോ, നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് തല്ലി നോക്ക്. അപ്പോൾ മാമച്ചൻ പറയും, അയ്യോ വേണ്ട സാറേ, ഞങ്ങളുടെ പേരിൽ നിങ്ങൾ വഴക്ക് കൂടണ്ട, ഞങ്ങളിതേ പോവാ. എന്ത്, നിങ്ങളിപ്പോൾ പോവാന്നോ? നിങ്ങളിപ്പോൾ പോവാന്നോ? വല്ലതും കഴിച്ചിട്ടല്ലാതെ നിങ്ങളെ ഞങ്ങളിവിടുന്ന് വിടില്ല. അയ്യോ ബാലേന്ദ്ര, അതൊന്നും വേണ്ട, അതൊക്കെ പിന്നീട് ഒരിക്കലാവാം, ഇപ്പോൾ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ്. അന്നേരം രേവതിക്കുട്ടിയാണെങ്കിൽ വൈജയധരിക്കെ പോയിട്ട് പറയും, നിങ്ങൾ പറഞ്ഞതിനൊക്കെ മറുപടി എനിക്ക് പറയാൻ അറിയാമലായിട്ടല്ല, എൻ്റെ ആൻറ്റി എന്നെ പിടിച്ചു വെച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ പഴയ കഥകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പുണ്യാളത്തിൽ കളിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അന്നേരം അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അലീന അവരുടെ കൂടെ തന്നെ പിന്നാലെ ഇറങ്ങുന്നുണ്ട്. അയ്യോ അങ്ങളെ, ഇവിടെ വരെ വന്നിട്ട് ഒരു വക കഴിക്കാതെ പോവാണോ? അപ്പോൾ രേവതിക്കുട്ടി പറയും, ഞങ്ങളുടെ വയറ് നിറഞ്ഞു. ചേച്ചി എങ്ങനെ ചേച്ചി ഈ വീട്ടിൽ താമസിക്കുന്നത്? ഞാൻ വല്ലതും ആയിരിക്കണം ആ വൈജ മേഡത്തിൻ്റെ കാരണം അടിച്ച് പൊട്ടിച്ചേനെ. ചേച്ചിക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ചേച്ചി ഇപ്പം ഞങ്ങളുടെ കൂടെ വരണം. ഇല്ല മോളെ, ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വന്നാൽ ശരിയാവില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്നും വന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയാതെ എനിക്കിവിടെ നിന്ന് എങ്ങോട്ടും വരാൻ പറ്റില്ല. എന്നാൽ പിന്നെ ചേച്ചി ഇവിടെ അവരുടെ ആടും തൂപ്പ് കേട്ട് കിടന്നു, അതാ ചേച്ചിക്ക് നല്ലത്. ഞാൻ എന്തായാലും ചേച്ചിയെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് യാത്രയും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ആ ബബിത വൈജയുടെ റൂമിലേക്ക് പോകും. അമ്മേ, ആ അങ്കിളിനും ആൻറ്റിക്കും നമ്മുടെ രോഹിത്തേട്ടൻ വയറ് നിറച്ച് കൊടുത്തു. അവളില്ലേ, ആ അനിയത്തിപ്പെണ്ണ് രേവതിക്കുട്ടി, അവളെ തല്ലാൻ വരെ രോഹിത്തേട്ടൻ കൈ ഓങ്ങി. അമ്മ കുറച്ച് നേരത്തെ വരേണ്ടായിരുന്നു. ആണോടി മോളെ? രോഹിത്തിനെ പുറത്തിറക്കാൻ അവരാണല്ലോ സഹായിച്ചത്. അപ്പോൾ രോഹിത് അവരുടെ കാല് തൊട്ട് വണങ്ങുമെന്ന് അവർ വിചാരിച്ചു കാണും എന്നൊക്കെ പറഞ്ഞ് വൈജ അവിടെ നിന്ന് ചിരിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, പിന്നുണ്ടല്ലോ അമ്മേ, അവർ പറയുന്നത് ഞാൻ കേട്ടതാ. ഒന്നും വ്യക്തമായിട്ട് കേൾക്കാൻ അങ്ങോട്ട് പറ്റിയില്ല. എന്നാലും അച്ഛനെവിടെ ദൂരയാത്ര പോവാണ്, ആഗ്രയിലോ മറ്റോ എന്തോ കണ്ടുപിടിക്കാനെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഇത് കേട്ടതും വൈജാക്കപ്പാട് ഞെട്ടിത്തരച്ച് നിൽക്കും. എന്നിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, അല്ല എന്തിനാ ഇപ്പോൾ ബാലേന്ദ്രൻ ആഗ്രയ്ക്ക് പോകുന്നത്? അവിടെ പോയിട്ട് അവരെ കണ്ടുപിടിക്കാനുള്ള രഹസ്യം എൻ്റെയും സ്റ്റാലിനെ കുറിച്ചും ആയിരിക്കുമോ? ബാലേന്ദ്രൻ ഇനി എന്തെങ്കിലും അറിഞ്ഞു കാണുമോ എന്നൊക്കെ ഓർത്തിട്ട് ആകെപ്പാട് ടെൻഷനിലായിരിക്കും വൈജ. ബബിത അപ്പോൾ വൈജയോട് ചോദിക്കും, അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ആഗ്രയിൽ പോയിട്ട് അച്ഛൻ എന്താ കണ്ടുപിടിക്കാനുള്ളത്? അതിനെപ്പറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും അറിയുമോ? എനിക്കൊന്നും അറിയില്ല മോളെ, അവിടെ പോയിട്ട് എന്ത് രഹസ്യം കണ്ടുപിടിക്കാനാ?
മോള് കേട്ടത് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും. അല്ലമ്മേ, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് കേട്ടതാ. എന്തെങ്കിലും പറയുമ്പോൾ വൈജ ഒന്നുകൂടൊന്ന് പരുങ്ങും. എന്തായാലും നീ എന്നെ കുറച്ചു നേരം ഒന്ന് തന്നെ വിട്, എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു തലവേദന എന്നൊക്കെ വൈജ പറയുമ്പോൾ തന്നെ ബബിതയ്ക്ക് അതിലെന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ബബിതയെ അവളുടെ കൂട്ടുകാരൻ അവളുടെ ലവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ആരാ മോളെ? അത് പിന്നെ എൻ്റെ ഫ്രണ്ടാണമ്മേ. ആ അമ്മ എന്തായാലും റെസ്റ്റ് എടുത്തു എന്നും പറഞ്ഞ് ബബിത ഫോണുമായിട്ട് പുറകെ വെളിയിലേക്ക് പോവുകയാണ്. ഹലോ ബേബി, നീ എന്താ ഫോൺ എടുക്കാൻ വൈകിയത്? അത് പിന്നെ അമലെ, ഞാൻ അമ്മയുടെ ആയിരിക്കില്ലായിരുന്നു. ഇന്നിവിടെ ആ ലീനയുടെ അങ്കിളും ആൻറ്റിയൊക്കെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരവിടെ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ അമലിനെ ബബിത വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അമലപ്പോൾ ബബിതയോട് ചോദിക്കും, അല്ല ബബി, നിൻ്റെ അച്ഛൻ എന്തിനാ ആഗ്രയിലേക്ക് പോകുന്നത്? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. പണ്ട് അമ്മ ആഗ്രയിൽ താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മയുമായും ബന്ധപ്പെട്ട എന്തോ രഹസ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ മുഖമൊക്കെ ആകെ പേടികൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചതാണ്. എന്നാൽ അമ്മ തലവേദനയെന്നും പറഞ്ഞ് റൂമിൽ നിന്ന് എന്നെ ഒഴിവാക്കി. അപ്പോൾ അമൽ ചോദിക്കും, അല്ല ബബി, അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. നിൻ്റെ അമ്മയ്ക്ക് നീ വല്ല പ്രേമം ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ അമ്മ, എനിക്കറിയാവുന്നതല്ലേ. അമ്മ അത്രക്കാരിയല്ല. അച്ഛൻ പ്രേമിച്ചാൽ പോലും അമ്മ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ പിന്നെ ആഗ്രയ്ക്ക് പോയിട്ട് നിൻ്റെ അച്ഛൻ തിരിച്ചു വരട്ടെ. അവിടെ എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്കപ്പം അറിയാം. അതൊക്കെ പോട്ടെ, നീ ഇനി നമ്മുടെ കാര്യം പറ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമായില്ലേ. നീ ഇന്നൊന്ന് പുറത്തേക്ക് വരുമോ? അയ്യോ അമലെ, ഇന്നിവിടെ അച്ഛനൊക്കെ ഉണ്ട്. അച്ഛനൊരു 100 ചോദ്യം ചോദിക്കും, എങ്ങോട്ടാ, എവിടെ പോവാന്നൊക്കെ. നമുക്ക് പിന്നൊരു ദിവസം കാണാം. ഇല്ല, അതൊന്നും പറ്റില്ല, എനിക്ക് നിന്നെ ഒന്ന് കണ്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അച്ഛൻ പുറത്തു പോകുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയം നോക്കി ഞാൻ നിന്നെ വിളിക്കാം എന്നൊക്കെ അവർ തമ്മിൽ പറയുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒരുങ്ങി പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ തന്നെ ബബിത ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങും. വൈജയന്തിക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, ഞാനൊന്ന് പുറത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇരിക്കുക വരെ പോയിട്ട് വരാം. ഫ്രണ്ടിൻ്റെ ഇരിക്കലോ? ഏത് ഫ്രണ്ടിൻ്റെ അടുത്ത്? അത് പിന്നെ അമ്മേ, ശ്വേതയുടെ വീട്ടിലേക്കാ. അല്ല, ശ്വേതയുടെ വീട്ടിലേക്കോ? നീ ഇപ്പം എന്തിനാ അവരുടെയൊക്കെ വീട്ടിലേക്ക് പോകുന്നത്? അത് പിന്നെ അമ്മേ, രോഹിയേട്ടൻ അറസ്റ്റിലായപ്പോൾ തൊട്ട് കുറേ ക്ലാസ്സുകളൊക്കെ മിസ്സായതാ. ഇന്നിപ്പോൾ എന്തായാലും അവളുടെ വീട്ടിൽ പോയി നോട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കാമെന്ന് കരുതി. അമ്മ എന്താ ഇങ്ങനെ അച്ഛനെ പോലെ ഒരു 100 ചോദ്യമൊക്കെ ചോദിക്കുന്നത്? അമ്മയ്ക്കും ഇപ്പം എന്നെ സംശയമായോ? അതോ അച്ഛനെ പോലെ? അതേടി, നിന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പോൾ ഒരുത്തൻ തന്നെ കണ്ടില്ലേ ജയിലും കോടതിയൊക്കെ ആയിട്ട് നടക്കുന്നത്. അല്ല, നീ അച്ഛനോട് പറഞ്ഞില്ലേ? ഇല്ലമ്മേ, അച്ഛനോട് പറഞ്ഞില്ല. അച്ഛനെ എവിടോട്ടോ പോകുന്നത് കണ്ടതാ. അപ്പോൾ വൈജു ചോദിക്കും, അല്ല, അച്ഛൻ ഇവിടുന്ന് ഒരുങ്ങി പോകുന്നത് നീ കണ്ടില്ലായിരുന്നോ? ആഹാ, അത് നീ കണ്ടിട്ടായിരുന്നോ നീ അപ്പോൾ ബാലനോടൊന്നും ചോദിക്കാഞ്ഞത്? അപ്പോൾ ബബിത ഒന്നും നന്നായി പരുകുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, സോറി, അത് പിന്നെ അമ്മേ, ഞാൻ അച്ഛൻ പോയപ്പോൾ പെട്ടെന്ന് ഇക്കാര്യത്തെ പറ്റി മറന്നുപോയതാ. ശരി, ഇപ്പോൾ വേഗം പോയിട്ട് വേഗം വരണം. ശരി അമ്മേ, വേഗം വരാം എന്നും പറഞ്ഞിട്ട് ബബിത അവിടെ നിന്ന് പോകുന്നുണ്ട്. ബബിത പോകുന്നത് കണ്ട് അലീന ചോദിക്കും, നീ എങ്ങോട്ടാടി മോളെ? എവിടെ പോവാ? ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കെന്താ? നിങ്ങളോട് എവിടെ പോയാലും പറഞ്ഞിട്ട് പോകണമെന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് ബബിത അങ്ങ് കടന്നു പോകും. അലീനയാണെങ്കിൽ ബബിത ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഗേറ്റിന് വെളിയിൽ ബബിതയെ നോക്കി നിൽക്കുന്ന അമലിനെ കാണുമ്പോൾ തന്നെ അലീന ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇവൾ തടയാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പേ അവൾ ആ ബൈക്കിൽ കയറി പോയിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ അലീന വന്നിട്ട് വൈജോട് പറയുന്നുണ്ട്, മേഡം, ബബിത ഒരു ബൈക്കിൻ്റെ ഒരാളുടെ വണ്ടിയുടെ പുറകിൽ കയറിപ്പോയി. ആണെങ്കിൽ നിനക്ക് എന്താടി ഇത്ര ഛേദം? അവൾ എന്തായാലും വഴിപിടിച്ചു പോവുകയല്ല നിന്നെപ്പോലെ. അവൾ എന്നോട് പറഞ്ഞിട്ടാണ് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പഠിക്കാൻ പോയത്. അതിന് അവൾ കൂട്ടുകാരിയുടെ വീട്ടിലേക്കല്ല മേഡം പോയത്. അവൾ ആ ചെറുക്കൻ്റെ കൂടെ ചുറ്റിയടിക്കാൻ പോയതാണ്. അവൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ആ പയ്യനും അവളും തമ്മിൽ പ്രേമമാണ് മേഡം എന്നിങ്ങനെ അലീന പറയുമ്പോഴത്തേക്കിനും അലീനയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാണ് വൈദ. നിർത്തടി, നിന്റെ പിഴച്ച നാവ് കൊണ്ട് നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്ത് ധൈര്യം വന്നടി എൻ്റെ മകളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? അപ്പോൾ അലീന പറയുന്നുണ്ട്, മേഡം ഇനിയും എന്നെ തല്ലിക്കോ, എന്നാലും ഞാൻ പറയും. കാരണം എൻ്റെ അനിയത്തി നശിച്ചു പോകുന്നത് കാണാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അവൾക്കൊരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് മേഡത്തോട് പറഞ്ഞത്.
ഞാൻ പറഞ്ഞതൊന്നും മേഡത്തിന് വിശ്വാസമായില്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും കൂട്ടുകാരെ വിളിച്ച് മേഡം തന്നെ ചോദിച്ചു നോക്ക്. എന്നിട്ട് അലീന അവിടെ നിന്ന് പോകും. വൈജ ആകെപ്പാട് ടെൻഷനാവും. അലീന പറഞ്ഞത് കഴിച്ച് അവളുടെ ഒരു കൂട്ടുകാരിയെ വൈജ വിളിക്കുന്നുണ്ട്. വൈജ ആൻറ്റി, അവൾ ട്രിപ്പിലാണല്ലോ, അവളൊന്നും ബബിതയൊന്നും പറഞ്ഞില്ലേ ആൻറ്റിയോട് എന്നിങ്ങനെ ആ കൂട്ടുകാർ ചോദിക്കുമ്പോൾ തന്നെ വൈജയ്ക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ബോധ്യമാകും അലീന പറഞ്ഞത് സത്യമാണ് എന്നുള്ളത്. വൈജ അപ്പം തന്നെ ബബിതയെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും അമലാണെങ്കിൽ ആ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ തന്നെ സമ്മതിക്കുന്നുണ്ടാവുന്നില്ല. അങ്ങനെ വൈകുന്നേരമായപ്പോഴത്തേക്കിനും ബബിത തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ബബിതയെ കണ്ട ഉടനെ വൈജ തുറച്ചു നോക്കുന്നുണ്ട്. കഴിഞ്ഞില്ലേടി നിന്റെ പഠിത്തം? ആ കഴിഞ്ഞമ്മേ. അല്ല, നീ ഇന്ന് ആറ് വീട്ടിൽ പോയി എന്നാ പറഞ്ഞത്? അമ്മയോട് പറഞ്ഞതല്ലായിരുന്നോ ശ്വേതയുടെ വീട്ടിലാന്ന്? ഇത് പറഞ്ഞു തീർന്നതും വൈജ ബബിതയുടെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുന്നുണ്ട്. നിനക്കിപ്പോൾ നന്നായി കള്ളം പറയാനും അറിയാം അല്ലേടി? അതിന് ഞാൻ എന്ത് കള്ളം പറഞ്ഞെന്നാ അമ്മയെ പറയുന്നത്? നീ ഇന്ന് ശ്വേതയുടെ വീട്ടിലേക്ക് പഠിക്കാൻ പോയതാന്ന് പറഞ്ഞത് കള്ളമല്ലേടി? നീ ഇന്ന് ഒരുത്തൻ്റെ കൂടെ കറങ്ങി നടക്കുമായിരുന്നു എന്നുള്ള വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. നീ എന്നോടിനി ഒന്നും മറച്ചു വെക്കാൻ നീ നോക്കണ്ട. സത്യം പറയടി, അവൻ ആരാ? അത് പിന്നെ അമ്മേ, അവൻ എൻ്റെ ഫ്രണ്ടാ. വൈജ ഒരെണ്ണവും കൂടി ബബിതയുടെ കാരണം തീർത്ത് പൊട്ടിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ ഇപ്പോഴല്ലേടി പറഞ്ഞത് കളവ് പറയരുതെന്ന്? ഞാൻ കള്ളമല്ലമ്മേ പറഞ്ഞത്, ഞാൻ പറഞ്ഞ സത്യത. അവൻ എൻ്റെ ഒരു ഫ്രണ്ടാ. അവൻ എന്നെ വിളിച്ചത് അവൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ട് പൊക്കട്ടെ എന്ന് ചോദിച്ചാൽ അമ്മ വിടില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് കള്ളത്തരം പറഞ്ഞു പോയത്. അല്ലാതെ അമ്മ കരുതുന്നത് പോലെ അവൻ എൻ്റെ കാമുകനൊന്നുമല്ല. നീ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. അമ്മ എത്ര വേണമെങ്കിലും അന്വേഷിച്ചോ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ബബിത അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതോടുകൂടി വൈജയ്ക്ക് ബബിതയോടുള്ള വിശ്വാസം അങ്ങ് പോയി കിട്ടും.